24/4/2024. അപ്പം ഇന്ന് ബുധനാഴ്ചത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ആദ്യമായിട്ട് നമ്മൾ പറയാൻ പോകണത് എന്താ വെച്ചാൽ, ഇന്നലെ നമ്മളെ ബ്രാൻഡായ ഒമാനി ബിസ്ക്കറ്റിൻ്റെ വീഡിയോ നമ്മൾ ഉഷാറായിട്ട് ചെയ്തിരുന്നു. അതായത് അതിൻ്റെ വീഡിയോ മാത്രമല്ല, ഒരുപാട് ഓഫറുകൾ ഇട്ട കൂട്ടത്തിൽ തന്നെ നമ്മൾ ബിസ്ക്കറ്റ് നമ്മൾ എടുത്ത് പറഞ്ഞ് ചെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ആ ബിസ്ക്കറ്റ് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മൾ ബിസ്ക്കറ്റ് കഴിച്ചിട്ട് എന്നുള്ളതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇന്ന് നമ്മൾ 1 കിലോ വല്യുള്ളി, ഒരാൾക്ക് 1 കിലോ വല്യുള്ളി ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഒരാൾക്കല്ല കേട്ടോ, ഒരു ബില്ലിക്ക്. അതായത് അത് എങ്ങനെയെന്നുള്ളത് നമ്മൾ പറഞ്ഞു തരാം. അപ്പോൾ ഇന്നലത്തെ ഓഫർ ഇന്ന് അവൈലബിൾ ആയിട്ടില്ല. അത് ഏകദേശം സാധനങ്ങളൊക്കെ തീർന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ബിസ്ക്കറ്റിൻ്റെ കഥ, ആ ബിസ്ക്കറ്റിൻ്റെ സെക്ഷനൊക്കെ ഒന്ന് പാടുകൊടുത്തത്, അതാണ് നമ്മൾ ബിസ്ക്കറ്റിൻ്റെ ഇന്നലെ നമ്മളെ എടുത്തതിൻ്റെ അവസ്ഥ. അതായത് ഒരു ബോക്സ് ഇവിടെ എക്സ്ട്രാ വേറെ ഉണ്ടായിരുന്നു, അത് അടക്കം ഇന്നലെ തീർന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇന്നലെ നമ്മൾ ഓഫർ ഇട്ട ഒരുവിധം സാധനങ്ങളൊക്കെ ഇന്നലെ തന്നെ കഴിഞ്ഞു. അപ്പം ഇന്ന് സാധനങ്ങൾ നമുക്ക് ഇന്ന് കസ്റ്റമർ വന്നാൽ കൊടുക്കാനുള്ളതൊക്കെ തന്നെ ഉള്ളു ഇവിടെ. പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, ഇഷ്ടം പോലെ. അപ്പം ഇന്ന് നമ്മൾ നിങ്ങളോട് പറയാൻ പോകണത് എന്താ വെച്ചാൽ, വീഡിയോ ഫുള്ളായിട്ട് കാണുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മുടെ അടുത്ത് ഫ്രീസറുകൾ പിന്നെ ഉണ്ട് സെയിൽ ചെയ്യാനും വേണ്ടിയിട്ട്. അപ്പോൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ 99 47 40 32 12 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഈ വീഡിയോയിൽ പറയേണ്ട ആവശ്യമില്ല, എന്തായാലും ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ, നമ്മൾ ഐസ്ക്രീമിൻ്റെ ഒരു വീഡിയോ എന്തായാലും ഇന്നോ നാളെ ആയിട്ട് വരുന്നുണ്ട്. എന്തായാലും ശാരീരികമായിട്ട് വലിയൊരു സുഖമല്ല, ചെറുതായിട്ടൊരു പനീൻ്റെ ലക്ഷണമൊക്കെ കാണുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. എന്തായാലും പനിച്ച് കിടക്കാനുള്ള നേരമല്ലല്ലോ. ഇപ്പോൾ ചിലവരൊക്കെ പിന്നെ ചോദിക്കലുണ്ട്, എങ്ങനെയാണ് എനിക്ക് ഇതിൻ്റെ ഈ ഒരു തിരക്കിൻ്റെ ഇടയിൽ കൂടി വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യാനൊരു സമയം കിട്ടണത്. എന്താ ഇപ്പം ഇന്നലെ ചെറിയൊരു പല്ലുവേദനൻ്റെ പ്രശ്നം ഉണ്ടായിട്ട് ഡോക്ടറെ അടുത്ത് പോയപ്പോൾ മൂപ്പര് ചോദിച്ചു, അല്ലെങ്കിൽ ഇവിടുന്ന് അതിനൊക്കെ സമയം കിട്ടുമെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മളുള്ള സമയത്ത് ആണ് കണ്ടെത്തുക കാര്യങ്ങളൊക്കെ. കാരണം ഒരു മിനിറ്റും നമുക്ക് വിലപ്പെട്ടതാണെന്നുള്ളതാണ് ഇതുകൊണ്ട് നമുക്ക് പറയാനുള്ളത്. അപ്പം നിങ്ങളോടൊക്കെ പറയാനുള്ളത്, നിങ്ങളെ ഓരോ ബിസിനസ്സും എത്രമാത്രം മാർക്കറ്റിൽ ഇറങ്ങി പബ്ലിഷ് ചെയ്യണോ അത്രമാത്രം മെച്ചം എല്ലാവർക്കും ഉണ്ടാവും. നമ്മളിതുകൊണ്ട് തെളിയിച്ചു കഴിഞ്ഞതാണ്. ഒരു യൂട്യൂബ് ചാനൽ എന്നുള്ളതല്ല, അതായത് എത്രമാത്രം ജനങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തണോ അത്രമാത്രം കാര്യങ്ങൾ ഉഷാറാവും എന്നുള്ളതാണ് ഇതുകൊണ്ട് നമുക്ക് പറയാനുള്ളത്. അപ്പം ഇന്നത്തെ നമ്മൾ ഓഫർ എന്താ വെച്ചാൽ, ഇപ്പോൾ ഈ ഒരു ഇതേപോലത്തെ ഒരു പിന്നെ ഷോപ്പിൽ നിന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മൾ ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ഞങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് അറിയിക്കുക. അപ്പോൾ ഞങ്ങളിന്ന് കൊടുക്കാൻ പോണത് 499 രൂപക്കോ, അതായത് 499 രൂപക്കോ അതിൻ്റെ മുകളിലോ സാധനം വാങ്ങുന്ന ഏതൊരാൾക്കും, അതായത് 499ൻ്റെ മുകളിൽ ആയാലും മതി, 499 രൂപ ആയാലും മതി, ഞങ്ങൾ 1 കിലോ വല്യുള്ളി ഫ്രീ ആയിട്ട് തരും. വെറുതെ തരും. അത് വല്യുള്ളി ചെറിയ ഉള്ളിയോ അല്ലെങ്കിൽ മോശപ്പെട്ട ഉള്ളിയൊന്നല്ല. നമ്മളെ ഉള്ളി പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് പിന്നെ കാണിച്ചു കൊടുത്തുകൊണ്ട് പോരെ. അല്ലെങ്കിൽ ആൾക്കാർ കരുതുന്നത് മോശപ്പെട്ട ഉള്ളി തരികയാണ്, അല്ലെങ്കിൽ കുറച്ച് ചീഞ്ഞതും കുറച്ച് പീത്തതൊക്കെ കാരണം. അപ്പോൾ ആ ഉള്ളിയാണ് നമ്മൾ 1 കിലോ ഉള്ളി 499 റുപ്യക്കോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലോ സാധനം വാങ്ങണ ഏതൊരാൾക്കും എന്ത് ചെയ്യും, നമ്മൾ 1 കിലോ വല്യുള്ളി ഇന്ന് ഫ്രീ ആയിട്ട് തരും. അപ്പോൾ എന്ത് ചെയ്യുക, മാക്സിമം ആളുകൾ ഓഫറുകൾ ഉപയോഗപ്പെടുത്തുക. ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ കണ്ടമാനം സാധനം വാങ്ങിക്കൊണ്ടിട്ടുണ്ട് ഇന്നലെയൊക്കെ. അപ്പോൾ അതാണ് ഇപ്പോൾ ഇന്നത്തെ ഓഫർ ഇങ്ങോട്ട് പ്രത്യേകിച്ച് പറയാനുള്ളത്. പിന്നെ വേറെ എന്താ, പിന്നെ അതേപോലെ തന്നെ കുറച്ച് ആളുകൾ ഹോർലിക്സ് ഓഫർ ഇടോ ബൂസ്റ്റ് ഓഫർ ഇടോ എന്നൊക്കെ ചോദിച്ചിരുന്നു. എന്തായാലും ഹോർലിക്സും ബൂസ്റ്റും ഇന്നലെ പോയി പിന്നെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒന്നാമതെന്താ വെച്ചാൽ, ഇപ്പോഴത്തെ ഈ ഒരു സമയമായതുകൊണ്ട് സാധനങ്ങളൊന്നും വല്ലാതെ വരുന്നില്ല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നമുക്കൊന്ന് പിന്നെ സംസാരിച്ച് നോക്കുക. എന്തായാലും കിട്ടിയാൽ ഉടനടി നമ്മളെന്തായാലും അറിയിക്കും. നിങ്ങളെ കസ്റ്റമറെ അഭ്യർത്ഥന മാനിച്ച് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ, നിങ്ങൾക്ക് എന്താണ് പിന്നെ നമ്മൾ ഓഫറിൽ ഉൾപ്പെടുത്തേണ്ടതെന്നുള്ളതും എന്താണ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്താണെന്നുള്ളതും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് എല്ലാവരിലേക്ക് എത്തിക്കുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഓഫർ ഇടണമെന്നുണ്ടെങ്കിലും ഷോപ്പ് നിലനിർത്തി കൊണ്ടുപോകണമെന്നുണ്ടെങ്കിലും നിങ്ങളുടെ സപ്പോർട്ടാണ്, അത് വേണ്ടത്ര നിങ്ങൾ തരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇന്നലെ സഹകരിച്ച, അതായത് ഇന്നലത്തെ ഓഫറുമായിട്ട് സഹകരിച്ച എല്ലാവരോടും നന്ദി മാത്രമാണ് പറയാനുള്ളത്. കാരണം അത്രയും ആളുകൾ ഇന്നലെ സഹകരിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എല്ലാവർക്കും വളരെ സന്തോഷത്തിൽ
സാധനങ്ങൾ എത്തിക്കാൻ പറ്റി എന്നുള്ളത് സംതൃപ്തി ഞങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. ഒരു ബില്ല് മാത്രമേ ഇവിടെ കൊടുക്കാനുള്ളൂ. അത് ഇന്നലെ പിന്നെ ഏകദേശം ഒരു 12 മണി വരെ ഡെലിവറി ചെയ്തു. പിന്നെ 3:30ന്റെ ശേഷമാണ് ഡെലിവറി തുടങ്ങിയത്. 3:30 4 മണി ആയിട്ടുണ്ട് ഡെലിവറി പിന്നെയും തുടങ്ങിയപ്പോൾ. കാരണം എന്താ വെച്ചാൽ അത്ര ചൂടാണ് പുറത്ത്, കഴിയണില്ല. പിന്നെ എല്ലാവരും വേണ്ട നമ്മൾ പരിഗണിക്കുക. ഓലിപ്പോൾ ഒരു കൂലിക്ക് പണിയെടുക്കുന്ന ആൾക്കാരാണ്, നമ്മൾ ആരെയും ഇതുവരെ എഴുതിയിട്ടില്ല. അങ്ങനെ വിചാരിക്കലും ഇല്ല, അങ്ങനെ വിചാരിച്ചിട്ടുമില്ല. ഞാൻ ആണെങ്കിലും ഇവിടെ ഉള്ള ആളുകളാണെങ്കിലും നമ്മൾ പണിയെടുക്കുമ്പോൾ നമ്മൾ കാണാതെ പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരോടും പറയല് എന്താ വെച്ചാൽ ഒരു സമയം വരെ നോക്കുക, അത് കഴിഞ്ഞിട്ട് പിന്നെ വെയിലാറിയിട്ട് നോക്കുക എന്നുള്ളത് പറഞ്ഞപ്പോൾ ഒരു ബില്ല് മാത്രമേ ഇന്നലെ കൊടുക്കാൻ ബാക്കിയുള്ളതുള്ളൂ. എന്തായാലും അത് ഇന്ന് എത്തും. ഇന്നലത്തെ ബില്ല് തന്നെ അടിച്ചിട്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കടപ്പും കാര്യങ്ങൾ പറയാനുള്ളതും ഇതൊക്കെയാണ്. അപ്പോൾ ഇതിലും കൂടുതൽ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ അറിയിക്കുക. പല ആളുകളും പല അഭിപ്രായങ്ങളും പറയലുണ്ട്. ഞങ്ങളതൊക്കെ മാനിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ കച്ചവടം ചെയ്യലുള്ളൂ. നല്ല അഭിപ്രായങ്ങൾ എപ്പോഴും ഏത് സാഹചര്യത്തിലും സ്വീകരിച്ചിട്ടുള്ളൂ, ഇനിയും സ്വീകരിക്കും. അപ്പോൾ എന്തായാലും കാര്യങ്ങൾ മൊത്തങ്ങൾ അറിയിക്കുക. ഞങ്ങൾ എന്തായാലും ഞങ്ങളെ കൂടെ നിങ്ങളുണ്ട്, നിങ്ങളെ കൂടെ ഞങ്ങളുണ്ട്. ആ വിശ്വാസത്തോടു കൂടി തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും നാളെ കാണാം. അതുവരെ ബൈ.